നമസ്കാരം. വിഷ്ണുമായി സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ജൂൺ 21 മുതൽ ജൂൺ 27 വരെയുള്ള ഒരാഴ്ചത്തെ രാശിഫലമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച എങ്ങനെയെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ആദിത്യൻ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു. മകീരം, തിരുവാതിര എന്നീ നാറ്റുവേളകൾ ഉണ്ട്. ചന്ദ്രൻ വെളുത്ത പക്ഷത്തിൽ തന്നെ തുടരുകയും ചെയ്യുന്നു. പൂരം മുതൽ അനിഴം വരെയുള്ള നക്ഷത്രമണ്ഡലങ്ങളായിട്ടാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. ചൊവ്വ ഇടവത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ബുധൻ ജൂൺ 22 കർക്കിടകത്തിലും പ്രവേശിക്കും. ശുക്രൻ കർക്കിടകത്തിലുണ്ട്. വ്യാഴത്തിൻ്റെ സഞ്ചാരവും കർക്കിടകത്തിലായാൽ ത്രിഗ്രഹ യോഗമാണ് ഉള്ളത്. ശനി മീനം രാശിയിലും സഞ്ചരിക്കുന്നു. രാഹുവും കേതുവും യഥാക്രമം കുംഭം, ചിങ്ങം എന്നീ രാശികളിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരാഴ്ചത്തെ വാരഫലത്തിലേക്ക് കടക്കാം. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രത്തിന് തിങ്കൾ മുതൽ വെള്ളി വരെ പ്രവർത്തനങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതായിരിക്കും. പോംവഴി കിട്ടാത്ത കാര്യങ്ങളൊക്കെ പോംവഴിയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഒപ്പമുള്ളവരുടെയൊക്കെ സംശയങ്ങൾക്കൊക്കെ ദൂരീകരിക്കാനും നിങ്ങൾക്ക് പറ്റും. തടസ്സങ്ങളൊക്കെ മുൻകൂട്ടി കാണാനൊക്കെ നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. പുതിയ വാഹനം വാങ്ങുന്നതിനൊക്കെ ഇരുമനസ്സായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. ഞായറാഴ്ച അലച്ചിലും മനക്ലേശത്തിനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. തീരുമാനങ്ങൾ സ്വയം തിരുത്തുന്നത് നല്ലതായിരിക്കും. ശനിയാഴ്ച ഇത് തന്നെ ആവർത്തിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായി കാണുന്നു. അടുത്ത നക്ഷത്രം ഭരണി. ഭരണി നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. ജോലി സ്ഥലത്ത് സൗഹൃദ അന്തരീക്ഷം രൂപപ്പെടുന്നതാണ്. വീട്ടിൽ അറ്റകുറ്റപ്പണികളൊക്കെ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. പുതിയ വീട്ടിലേക്ക് താമസം മാറാനൊക്കെ ഭാഗ്യമുണ്ട്. മൂന്നാം ഭാവത്തിലെ ആദ്യത്തിൻ്റെ സഞ്ചാരം മത്സര വിജയം, സ്ഥാനോന്നതിയും ഉന്നതരുടെ പിന്തുണ എന്നിവയൊക്കെ നിങ്ങൾക്ക് വഴിയൊരുക്കുന്നതായിരിക്കും. പാരിതോഷങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. വിനോദയാത്രകൾക്കൊക്കെ പുതിയൊരു വഴിയൊരുക്കും. വാക്സ്ഥാനത്ത് ചൊവ്വയുള്ളതിനാൽ വാക്കുകൾക്ക് പൗരുഷം വരാനൊക്കെ ഇടയുണ്ട്. തിങ്കൾ, ശനി ദിവസങ്ങളിൽ മേന്മയുണ്ടാവുകയില്ല നിങ്ങൾക്ക്. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. മേടക്കൂറുകാർക്ക് ആധികാരികൾ സഹായമായ നിലപാടുകൾ കൈക്കൊള്ളുന്നതായിരിക്കും. അർഹമായ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കാനുള്ള ഉത്സാഹമൊക്കെ നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും. ഇടവക്കൂറുകാർക്ക് ചൊവ്വയുടെ ജന്മരാശിയുടെ സഞ്ചാരം കൊണ്ട് സമ്മർദ്ദങ്ങൾ ഒഴിയുന്നില്ല. അനാവശ്യമായ തിടക്കമുണ്ടാകാനൊക്കെ യോഗമുണ്ട്. സ്ത്രീകളുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സത്കാര്യങ്ങൾക്ക് വേണ്ടി യാത്രകളൊക്കെ വേണ്ടിവരും. ഞായർ, വ്യാഴം ദിവസങ്ങളിൽ സമയനഷ്ടവും ധനക്ലേശവും നിങ്ങൾക്ക് കാണുന്നുണ്ട്. അടുത്ത നക്ഷത്രം രോഹിണി. നക്ഷത്രനാഥനായ ചന്ദ്രന് ബലം വരികയാൽ ഏകാഗ്രത പുലർത്തും. പഠനത്തിൽ ഒക്കെ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. മനസ്സ് ശാന്തമാകും. കലാസാഹിത്യ രംഗത്ത് വളരെയധികം മുൻപന്തിയിൽ എത്താൻ പറ്റുന്നതായിരിക്കും. സ്ത്രീകളുടെയും ഗുരുക്കന്മാരുടെയും പ്രോത്സാഹനം നിങ്ങൾക്ക് ലഭിക്കാം. എന്നാൽ രാശിയിൽ ചൊവ്വ സഞ്ചരിക്കുന്നത് ശോഭമുയർത്തും. വൈകാരികത കൂടാനൊക്കെ ഇടയുണ്ട്. ജീവിത പങ്കാളിയോട് ഇണങ്ങുകയും പിണങ്ങുകയൊക്കെ ചെയ്യും. ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലിക്കുള്ള അപേക്ഷകൾ തുടരെ സമർപ്പിച്ചു കൊണ്ടേ ഇരിക്കണം. ഞായർ, തിങ്കൾ മേൽമ കുറഞ്ഞ ദിനങ്ങളായിട്ട് കാണുന്നു. അടുത്ത നക്ഷത്രം മകീരമാണ്. മകീര നക്ഷത്രത്തിന് ദേഹസൗഖ്യം കുറയും. ആദിത്യൻ്റെ സ്ഥിതി അനുകൂലമല്ലാത്തതിനാൽ സ്ഥാനചലനം മൂലം മേലധികാരിയോട് പിണങ്ങുന്നതാണ്. സാങ്കേതിക പഠനങ്ങൾ മനസ്സിലാക്കും. പലരും സഹായം ചെയ്ത് വന്നേക്കാം. വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കിണഞ്ഞു പരിശ്രമിക്കേണ്ടി വരും. ആരംഭിച്ച കാര്യങ്ങൾ തടസ്സപ്പെടില്ല. ഗൃഹാന്തരീക്ഷത്തിൽ സമാധാനം ഉണ്ടാവുന്നു. വിനോദങ്ങൾ ആസ്വദിക്കാൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നതുമായിരിക്കും നിങ്ങൾക്ക്. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്രത്തിന് തൊഴിൽ ഇടത്തിൽ സംതൃപ്തി കുറയാം. ലക്ഷ്യപ്രാപ്തിക്ക് കൂടുതൽ ശ്രമിക്കേണ്ടി വരും. അവയെക്കുറിച്ച് തലപുകയ്ക്കുന്നത് നല്ലതല്ല. ധനാഗമം വൈകില്ല. പ്രത്യേകിച്ച് കിട്ടാക്കടങ്ങൾ
അവയിൽ ചിലതൊക്കെ വിട്ടുവീഴ്ചയ്ക്ക് മുതിരുന്നതാണ്. മകൻ്റെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാനൊക്കെ തയ്യാറാവും. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആലസ്യം പിടികൂടാനിടയുണ്ട്. അടുത്ത നക്ഷത്രം പുണർദം. പുണർദം നക്ഷത്രത്തിന് സർക്കാരിൽ നിന്നും കിട്ടേണ്ട അനുമതികളൊക്കെ കിട്ടാനുള്ള യോഗമുണ്ട്. പലരുടെയും മാർഗനിർദ്ദേശങ്ങൾ പിന്തുണയും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തും. ന്യായമായ ആവശ്യങ്ങൾക്ക് ധനം വന്നെത്തുന്നതുമാണ്. കുടുംബാന്തരീക്ഷത്തിൽ സ്വസ്ഥതയുണ്ടാവും. ഭൂമി കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമാണ്. വിദ്യാർത്ഥിനികൾക്ക് ആഗ്രഹിച്ച പോലത്തുള്ള കോഴ്സിനൊക്കെ പ്രവേശനം ലഭിക്കുന്നതായിരിക്കും. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ആലസ്യം വരാൻ ഇടയുണ്ട്. അടുത്ത നക്ഷത്രം പൂയം. പൂയം നക്ഷത്രത്തിന് പ്രണയം, വിവാഹം, യാത്ര തുടങ്ങിയ കാര്യങ്ങൾ ആകസ്മികമായ തീരുമാനങ്ങൾ വരാം. കൂട്ടുകച്ചവടങ്ങൾ നല്ലതാണ്. തൊഴിലിടങ്ങളിൽ അധ്വാനം ഉയർന്നതാണ്. ഞായർ ബുധൻ ദിവസങ്ങളിൽ ദിനചര്യയ്ക്ക് സമയക്രമം തെറ്റും. നിക്ഷേപങ്ങൾ കരുതൽ വേണം. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യം നക്ഷത്രത്തിന് തൊഴിൽ മുന്നേറ്റം ഉണ്ടാകും. പ്രതീക്ഷിച്ചതിനേക്കാൾ ഉയർന്ന രീതിയിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. അന്യദേശത്തിന് പഠനാവസരം സിദ്ധിക്കുന്നതാണ്. സുഹൃത്തുക്കളുടെ ഉദാരമായ പ്രോത്സാഹനം കരുത്തേക്കും. നല്ല ഭക്ഷണം, വിശ്രമം, വിനോദം, ഒത്തുചേരൽ ഇവയ്ക്കൊക്കെ അവസരം വന്നെത്തുന്നതായിരിക്കും. ചില നിർബന്ധങ്ങൾ ശത്രുക്കളെ സൃഷ്ടിച്ചേക്കാം. സ്വയം തിരുത്തലുകൾ മുതിരേണ്ടതുണ്ട്. ഞായർ വെള്ളി അലച്ചിലൊക്കെ ഉണ്ടാവുന്ന ദിവസങ്ങളാണ് നിങ്ങൾക്ക്. എല്ലാവർക്കും ഈ വാരഫലത്തിൽ ഈ ആഴ്ച എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.